സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ വിളിച്ചുവെങ്കിലും ജഡാഭിലാഷങ്ങളിൽ മനുഷ്യൻ ബന്ധിക്കപ്പെടുന്നു. വിശുദ്ധ ബൈബിൾ ഇപ്രകാരം പറയുന്നു: ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ക്രിസ്തയേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട് കൂടി ക്രൂശിച്ചു വയ്ക്കുന്നു. എന്നാൽ ജഡത്തിന്റെ പ്രവൃത്തികൾ അനുസരിച്ച് നടത്തിയ ഫലം അനുഭവിക്കുന്ന ചില ജീവിതങ്ങളെ ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തും. ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും നൽകും തീർത്തും ദുഃഖിതരായ ഒരാൾക്കില്ല. സോറോ, എന്റെ ജീവിതത്തിൽ ഭയങ്കര ഭാരം. എന്ത് ചെയ്യാനാണ് എനിക്ക് മനസ്സിലാവുന്നത്? എന്തിനേയും ഏതിനേയും ഭയക്കുന്ന ഒരു വ്യക്തി. ഫിയർ. ജീവിതഭാരങ്ങൾ ഇറക്കി വെക്കുവാൻ കഴിയാതെ മനക്ലേശം അനുഭവിക്കുന്ന ഒരാൾക്കില്ല. സ്ട്രെസ്. മനസ്സിൽ ഭയങ്കര ഭാരം. ആരെന്റെ ഭാരം മാറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ആരെന്നെ രക്ഷിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്റെ തല ജീവിതത്തിൽ എല്ലാം ഞാൻ നേടും, ആർക്കും എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന അഹംഭാവത്തോടെ ഇതാവുക. എന്നെ ഈ ലോകത്തിൽ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. ഞാൻ എല്ലാം നേടി. ഐ ആം എ ചാമ്പ്യൻ. നോക്കൂ, ഞാനാണ് ചാമ്പ്യൻ. അനേക വസ്തുക്കൾ മോഹിക്കരുത് എന്ന കൽപ്പന ലഭിക്കുന്ന ഒരു കഥാപാത്രമില്ല. ഗ്രീൻ. സ്നേഹത്തിന് വിപരീതവുമായി ഇതാ നിങ്ങളുടെ മുന്നിൽ ഒരാൾ. എനിക്ക് നിങ്ങളുടെ ഇഷ്ടമില്ല. നിങ്ങളൊരു വേണ്ട. എനിക്ക് എന്നെ തന്നെ വെറുപ്പാണ്. സഹോദരനോട് കോപിക്കുന്നവരല്ല ന്യായവിധിക്ക് യോഗ്യനാണ്. ഇതാ കോപത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്ന ഒരു വ്യക്തി. ആംഗ്രി. പലിശയും ലാഭവും അനീതിയെ വർദ്ധിപ്പിക്കുന്നു. അന്യായത്തിന് പ്രതീകമായി ഒരാൾ. കറപ്ഷൻ. ഇത്ര ഉള്ളോ? നാളെ നോക്കാം. അവനെ എന്തെങ്കിലും ചതിക്കണം. പാപം മറ്റു ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാർ വാഴുന്നു. അവയവങ്ങളെ അനീതിയുടെ അവയവങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും ചെയ്യുന്ന ഇവരെ പോലെയുള്ളവരെ ആർക്ക് രക്ഷിക്കുവാൻ കഴിയും? അതെ, കഴിയും. കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായ അരുമനാഥനായ കർത്താവായ യേശുക്രിസ്തുവിനെ വിശുദ്ധ ബൈബിൾ പ്രകാരം പറയുന്നു: ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകും. ഇതാ ക്രൂശിന്റെ വചനവുമായി നടത്തിയ ദേവൻ ഇവർക്ക് രക്ഷയുടെ മാർഗം ചൂണ്ടിക്കാണിച്ചു.
സജീവമാക്കുവാൻ കഴിയും. അവൻ ഇങ്ങനെ പറയും, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ. പലപ്പോഴും ഈ ജഡാഭിലാഷങ്ങൾ നമ്മെ ഭരിക്കാറുണ്ട്. എന്നാൽ പിശാചിന്റെ തന്ത്രങ്ങളോട് ബന്ധമെടുക്കുവാൻ കഴിയേണ്ടതുണ്ട്. ദൈവത്തിന്റെ സർവായുധബന്ധം കഴിച്ചുകൊള്ളുക. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നത് തിരിച്ചറിയണം. മനസ്സുകളിൽ രൂപാന്തരപ്പെട്ട് വിശ്വാസത്തിന്റെ നായകനും പൂർത്തികർത്തുന്നതുമായ യേശുവിനെ നോക്കി നല്ല മനസാക്ഷി